പരസ്യ പ്രസ്താവനയ്ക്ക് സ്ഥിരം വിലക്കുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. KPCC അധ്യക്ഷൻ അനുവദിച്ചാലേ എന്തെങ്കിലും പറയൂ എന്നതാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ ശീലം. അനാവശ്യമായി ഒന്നും ഉരിയാടാറില്ല. കോൺഗ്രസിൽ വിജയകരമായി പ്രാവർത്തികമാക്കിയ ഈ അച്ചടക്കം കേരള കോൺഗ്രസും ചീഫ് വിപ്പ് PC ജോർജും പാലിക്കണമെന്നാണ് കോൺഗ്രസ്സുകാരുടെ ആഗ്രഹം. KPCCയുടെ കൽപ്പന വന്നാൽ കോൺഗ്രസ് എന്ന് വാലുള്ള ഏതു പാർട്ടിയും ഇനി അംഗീകരിക്കണം എന്നർത്ഥം. അനുസരിക്കാത്തവരെ നിലക്ക് നിർത്താൻ KPCCക്ക് അറിയാം. കീരിക്കാരനെ താങ്ങി നടന്നവരല്ലേ ഇപ്പൊ പഠിച്ചോ? ഈ ചന്തയിൽ കീരിക്കാരനല്ലാതെ മറ്റാർക്കെങ്കിലും മീൻ വാങ്ങി വെക്കാൻ പറ്റുന്നുണ്ടോ? അതും അവൻ പറയണ കാശിന് ചോദിച്ചിട്ട് കൊടുക്കണില്ലേ? ഇവിടെ മാത്രമല്ല മീൻ ചന്ത, ഒരു 5 കിലോമീറ്റർ ഓടി പറയണ കാശ് കിട്ടും. എന്നിട്ട് നിങ്ങൾ ഈ കച്ചവടം കൊണ്ട് നടക്കൂ. പണ്ടവും കൂടുതലും റോഡിൽ കിടക്കും, വണ്ടിക്ക് തീയും വെക്കും. അനുഭവിക്കടാ. പട്ടാപ്പകൽ അസനക്കായി നടുറോഡിട്ട് വെട്ടിക്കൊന്നിട്ട് ആരെങ്കിലും കണ്ടോണ്ടായോ? അസനക്ക ഉണ്ടായിരുന്ന കാലത്ത് നിങ്ങൾ കച്ചവടക്കാർക്ക് വല്ല പൊല്ലാപ്പുണ്ടായിട്ടുണ്ടോ? ഹൈദ്രോസ് പറഞ്ഞത് സത്യമാ. ആഴ്ചയിൽ 10-100 കൊടുത്താലും ഹസനുണ്ടായിരുന്നപ്പോ സുഖമായിരുന്നു. ജോസിന്റെ ഉമ്മാക്കിയൊന്നും നടക്കില്ലായിരുന്നു. ഇപ്പൊ ജോസിനോട് നേർക്കൊന്നും മിണ്ടാൻ ആരാ ഉള്ളത്? നമ്മൾ വിചാരിച്ചാലും നടക്കും. ഇവനധികം ആയുസില്ല പോരുതേ. നീ കണ്ടോ, അവനെ വെട്ടി തുണ്ടമാക്കിയില്ലെങ്കിൽ എന്റെ വാപ്പാടെ പേര് ഉസ്മാനല്ല. കേരള കോൺഗ്രസിനകത്ത് നിരന്തരമായി ഇങ്ങനെ മുഖ്യമന്ത്രിക്കെതിരെ വാദോരാതെ സംസാരിക്കുന്ന ഒരാളുണ്ട്. ഒപ്പിടാനുള്ള അധികാരം ഒഴിച്ച് ബാക്കി എല്ലാ അധികാരവും അയാൾക്കുണ്ട്. മന്ത്രി സ്ഥാനത്തിന്റെ തത്തുല്യമായ പദവി നിങ്ങൾക്കറിയാം. അദ്ദേഹത്തിന്റെ പേര് ചീഫ് വിപ്പ് എന്നാണ്. 30 സ്റ്റാഫുണ്ട്, 2 സ്റ്റേറ്റുകാരുണ്ട്, മന്ദിരമുണ്ട്, മന്ത്രിക്കുള്ള സകല ആനുകൂല്യങ്ങളുണ്ട്. ഒപ്പിടാനുള്ള അധികാരം മാത്രമേ ചീഫ് വിപ്പിന് ഇല്ലാതുള്ളൂ. ആ ചീഫ് വിപ്പിന്റെ കസേരയിൽ ഇരുന്ന് UDFന്റെ സകല ആനുകൂല്യവും പറ്റിക്കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാളായി അദ്ദേഹം അധപതിച്ചു. അങ്ങനെ പറയാതെ സഹോദരൻ ഹൃദയമില്ല പെരുമാറാതെ സഹോദര. ഇന്നലെ 2 ദിവസമായി PC ജോർജിന്റെ ചില പ്രസ്താവനകൾ വരികയുണ്ടായി. KPCC പ്രസിഡന്റ് പറയേണ്ട ചില മാന്യതയുടെ അതിർവരമ്പ് കിടക്കാതെ ഞാൻ അതിന് മറുപടി പറയുന്നു. പറയാത്ത കാര്യം നിങ്ങളെ പോലുള്ള മാന്യന്മാരെന്ന് അവകാശപ്പെടുന്നവർ പറയണം. ഇനിയും കോൺഗ്രസിനെതിരായ ഏതെങ്കിലും തരത്തിലുള്ള പ്രസ്താവനകളും അസഭ്യങ്ങളും പറഞ്ഞാൽ എന്നെ കൂച്ചും മലങ്ങൊന്നും എനിക്ക് എന്റെ നേരെ വേണ്ട. അതൊക്കെ വേറെ സ്ഥലം പോയി തപ്പിക്കോളൂ. PC ജോർജ് മുഖ്യമന്ത്രിയെ കൂടുതൽ കുരുക്കിലാക്കാതിരുന്നാൽ മതി. എന്റെ പൊന്ന് സഹോദര, നിങ്ങൾ ഈ സഹോദരന്മാര് സഹോദര എന്ന് വിളിച്ചാൽ പോരാ. സഹോദരനോടുള്ള സ്നേഹം വേണം, മനസ്സിലായോ? ഈ ഗവൺമെന്റിനെ ശക്തമായി ഈ ഗവൺമെന്റിന് വേണ്ടി സംസാരിക്കേണ്ട ആളാണ്. ഗവൺമെന്റിനെ പ്രതിരോധത്തിലാക്കുന്ന രീതിയിൽ അദ്ദേഹം സംസാരിക്കുന്നതിൽ വാസ്തവത്തിൽ ഞങ്ങൾക്കെല്ലാം അങ്ങേയറ്റത്തെ ശക്തമായിട്ടുള്ള പ്രതിഷേധമുണ്ട്. ഇനി എന്താ കുഴപ്പം? അദ്ദേഹം ഗവൺമെന്റിന്റെ ചീഫ് വിപ്പാണ്. ഞാൻ സ്പീക്കർ ആയിരുന്നെങ്കിൽ ഇതിലും നല്ലവണ്ണം ഉപയോഗിക്കുമായിരുന്നു. ഭയങ്കരനുള്ളൂ. അണ്ടൻ ഇടകോടം വിഡ്രോ ചെയ്തു എന്ന് മാത്രമല്ല, നിർവ്യാജ്യം ക്ഷമയോ ചെയ്ത് പിന്നെ അതേ പിടിച്ച് ഞാലുക. കോൺഗ്രസ് പ്രവർത്തകർ എന്നെ ആക്രമിക്കാൻ കുറുവടിയും വടിവാളും കൊണ്ട് വന്നവനെയൊക്കെ ചൊല്ലി അടക്കാൻ അനുവദിച്ചിരിക്കുന്ന ആഭ്യന്തരമന്ത്രിയോട് എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നെ കൊല്ലാൻ വന്ന പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നിടം വരെ യുദ്ധം തുടരും. കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പ്രവർത്തകരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്താൽ ഇനിയും നടത്തും. അതിനെ ശക്തമായ നിലയിൽ തന്നെ അത് നേരിടുമെന്ന് പറയാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. നിങ്ങൾ വേണ്ടാത്ത കാര്യം വേറെ നല്ല കാര്യം ചോദിക്കണം. ഇതിലൊന്നും ഒരു കാര്യമില്ലാത്ത കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവനകളെല്ലാം വളരെ നിരുത്തരവാദപരമായിട്ടുള്ളത്. എവിടത്തെ 100 പ്രാവശ്യം ചർച്ച ചെയ്ത പിന്നെ വേറെ പണിയൊന്നും. വാളെടുക്കുന്നവനൊക്കെ വെളിച്ചപ്പോൾ ഗ്രഹണ സമയത്ത് നീർക്കോലിയും തലവെക്കുമെന്നൊരു ചൊല്ലുണ്ട്. മുന്നണിക്കകത്ത സകല നീർക്കോലികളും മുഖ്യമന്ത്രിക്കെതിരെ തലവെക്കുന്നു. കൊച്ചു പയ്യൻ പിള്ളേര് വല്ലതും പറഞ്ഞ പോട്ടണം. ആ പിള്ളേര് അങ്ങനെ എന്തെല്ലാം പറഞ്ഞു. ഒന്നാമത് ഈ പിള്ളേരെ കൊച്ചുകളല്ല, അവരെ പറ്റി അവർ 2 തെറി പറഞ്ഞാൽ കേട്ടാലും നമുക്ക് എന്നെ വലിയ സങ്കടമുണ്ടോ? ഇപ്പൊ നമ്മുടെ മക്കളെ ചിലപ്പോൾ ഒന്ന് കഴിച്ചെന്നിരിക്കും, ഉടനെ പല്ല് പറിക്കാൻ പോകണം. കോൺഗ്രസിനെ കയറി ഭരിക്കാനോ കോൺഗ്രസിനെ മെക്കെട്ട് കയറാനോ ആരും വരേണ്ട കാര്യമില്ല. ഇവിടെ മന്ത്രിമാർ 20 ഉണ്ടോ, എന്ത് കാണിച്ചാലും ശരിയാന്ന് പറഞ്ഞോണം. ശരിയാന്ന് പറയാത്തവനെല്ലാം പ്രതിപക്ഷം. കോൺഗ്രസ് പാർട്ടിയെ അപകീർത്തിപ്പെടുത്താനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഇങ്ങനെ ഒരു വ്യക്തി ഈ സ്ഥാനത്ത് ഇരിക്കണോ എന്നുള്ള കാര്യം UDF 28-ാം തീയതി ചേരുമ്പോൾ തീരുമാനിക്കേണ്ടതാണ്.
എല്ലാ സീമകളും ലംഘിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് ഇങ്ങനെ സഹിച്ച് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. അപ്പൊ നിങ്ങൾ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ മന്ത്രിമാർ എവിടെയെങ്കിലും കട്ടാലും കട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കണം. എനിക്കത് സൗകര്യമില്ല. അദ്ദേഹത്തിന് അത്ര സ്നേഹം LDF-നോടുണ്ടെങ്കിൽ ഈ സ്ഥാനം രാജിവെച്ച് അങ്ങോട്ട് പോകും. രാജിവെക്കാൻ നമുക്ക് കുറച്ച് ഏറെ ഒരുമിച്ച് രാജിവെക്കാമെന്ന്. ഞാൻ മാത്രം രാജിവെച്ച് എന്താ കാര്യം? നമുക്ക് കുറച്ചുപേർ ഒരുമിച്ച് രാജിവെക്കാം. ഒന്നുകിൽ PC ജോർജിനെ അദ്ദേഹത്തിന്റെ പാർട്ടി നിലയ്ക്ക് നിർത്തണം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ പാർട്ടിയിൽ ഈ മുന്നണിയിൽ വെച്ചുകൊണ്ടിരിക്കണമെന്ന് UDF നേതൃത്വം തീരുമാനിക്കണം, അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ കൈകാര്യം ചെയ്യാൻ ഇറങ്ങേണ്ടി വരും. ഇതിന് മറുപടി ഞാൻ മുണ്ടക്കത്ത് കൊടുക്കാം. ഞാൻ PC ജോർജിനെ നിയന്ത്രിക്കുന്നുണ്ട്. അത് ഏത് കോടതിയാ, ഏത് നിയമമാ, ഏത് ഭരണഘടന ഒന്ന് പറഞ്ഞു തരാമോ നിങ്ങൾ? അതുകൊണ്ട് അതുകൊണ്ട് PC ഒരു മനഃപൂർവ്വമായിട്ടോ ഒരു ഇന്റൻഷനലായിട്ടോ ചെയ്ത പ്രസ്താവന ആയിരിക്കുകയില്ല. ഉരുളിച്ചോളൂ. ഇത് സംബന്ധിച്ച ഏത് കാര്യവും ഉന്നയിക്കുന്നതിന് ഒരു തടസ്സവും ഉണ്ടാവില്ല. ഒരടി ഉണ്ടാവുമെന്നാ ഞാൻ വിചാരിച്ചത്. എവിടെ ധൈര്യം ഇല്ലെന്നേ ഒരുത്തനും. വെറുതെ വളകളെന്ന് വല്ലതും പറയാനില്ലാതെ ഹൈദ്രോസിനെ കൊണ്ടൊന്നും ഒരു കാര്യമില്ല. കോൺഗ്രസുകാരുടെ സംശയം തന്നെയാണ് ശരി. ഒരു വിശാല ഇടത് കാഴ്ചപ്പാടാണ് PC-യുടേത്. VS-ഉം പിണറായിയുമെല്ലാം ആ ഉൾക്കാഴ്ചയിൽ തെളിഞ്ഞു വരും. ആ നെഹ്റുവിന്റെ സോഷ്യലിസവും ഇടതുപക്ഷ കാഴ്ചപ്പാട് തമ്മിൽ ഒരു വ്യത്യാസമില്ലെന്ന് അഭിപ്രായക്കാരനായ ശ്രീ AK ആന്റണി കോൺഗ്രസ് നേതാവാണ്. എന്റെ കാഴ്ചപ്പാടിൽ ഏറ്റവും നല്ല ഇടതുപക്ഷ പ്രവർത്തകരാണ്. ആരും നിഷേധിക്കണ്ട. ഇവിടെ VS അച്യുതാനന്ദൻ അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രവർത്തകൻ, ഇടതുപക്ഷ പോരാളിയാണ്. അതാണ് തമ്മിലുള്ള വ്യത്യാസം. VS അച്യുതാനന്ദൻ 12ാമത്തെ വയസ്സിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ചേർന്നു എന്ന് മാത്രമല്ല, വയസ്സ് 90 കഴിഞ്ഞപ്പോഴും പോരാട്ട വീര്യവുമായി യാതൊരു ക്ഷമയുമില്ലാതെ തന്റെ ആശയങ്ങളിൽ നിന്ന് വ്യതിചലിക്കാതെ പോരാട്ട വീര്യത്തോടുകൂടി നടക്കുന്ന VS അച്യുതാനന്ദൻ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ നേതാവാണ്. വൈദ്യുതി ഉൽപാദന രംഗത്ത് ഏറ്റവും വലിയ നേട്ടമുണ്ടാക്കിയ ഇലക്ട്രിസിറ്റി മന്ത്രി ആരെന്ന് ചോദിച്ചാൽ ഞാൻ പറയും പിണറായി വിജയൻ. പിണറായി മുതലാളിക്കെതിരെ യാതൊരു സംശയമില്ല. കമ്മ്യൂണിസം ഇല്ലാത്ത ഒരു ഫാസിസ്റ്റായ പിണറായി വിജയനെ ബഹുമാനിക്കാൻ എനിക്ക് പറ്റിയത്. അദ്ദേഹത്തിന്റെ ഡൗലിംഗ് കേസിന്റെ എല്ലാ കാര്യവും സമയാസമയങ്ങളിൽ VS-മായി ഞാൻ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇനിയും ചർച്ച ചെയ്തതിന് ആ കാര്യം ചർച്ച ചെയ്തതിന് വിരോധമില്ല. അത് പറഞ്ഞു. യുവദാസിന്റെ മനസ്സുമായി സാത്താന്റെ വചനങ്ങൾ പറയുന്ന പാപിയായ പുണ്യാളനാണ് VS അച്യുതാനന്ദൻ. മനസ്സിലായോ? അദ്ദേഹം ചില സന്ദർഭങ്ങളിൽ സത്യം പറയാറുണ്ട്. അതിലൊരു കാര്യമാണ് ഇപ്പൊ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. സമരവിജയങ്ങൾ കൊണ്ട് മാത്രം ഉണ്ടാകുന്നതല്ല പാർട്ടിയുടെ അടിത്തറ ശക്തിപ്പെടൽ. അർത്ഥപൂർണമായ സംവാദങ്ങളും അനിവാര്യമാണ്. വെറുതെ സംവാദങ്ങളിൽ ഏർപ്പെടുകയല്ല, അതും ജയിക്കുക എന്നതാണ് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ കല. വസ്തുതയറിയാതെ ഇടതുപക്ഷം അടക്കമുള്ളവർ മതേതര ചേരിയെ ശിഥിലമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്താ കോൺഗ്രസിന്റെ നില? ഈ ഹിന്ദുത്വ അജണ്ട സംഘപരിവാർ പ്രചരിപ്പിക്കുമ്പോൾ അതിനെ ചെറുക്കുന്ന സമീപനമല്ല കോൺഗ്രസ് സ്വീകരിക്കുന്നത്. അതിന് കൂട്ടുനിൽക്കുകയാണ് കോൺഗ്രസ്. ഇതിനിടയിൽ മതേതരത്വത്തിന് ശക്തി പകരുക എന്ന ഒറ്റ ഉദ്ദേശം മുസ്ലിം. ബാബരി മസ്ജിദ് ആ രീതിയിൽ സംഘപരിവാറിന് തകർക്കാൻ കഴിഞ്ഞത് അന്നത്തെ നരസിംഹറാവുവിന്റെ ഗവൺമെന്റ് പൂർണ്ണമായ നിസ്സംഗത പാലിച്ചതുകൊണ്ടാണ്. ന്യൂനപക്ഷ വിഭാഗം പ്രത്യേകമായി സംഘടിച്ച് ന്യൂനപക്ഷത്തെ സംരക്ഷിച്ച് കളയാമെന്നുള്ള ധാരണ ആത്മഹത്യാപരമായതാണ്. ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി മാത്രമേ ന്യൂനപക്ഷ സംരക്ഷണം ഉറപ്പുവരുത്താൻ കഴിയും. പക്ഷെ ഇന്ത്യയിൽ എന്നും ഫാസിസ്റ്റുകളുടെ വളമൊരുക്കി അവർക്ക് വരാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയാണ് മാർക്സിസ്റ്റ് പാർട്ടി ചെയ്തിട്ടുള്ളത്. നാം കാണേണ്ട ഒരു വസ്തുത, കോൺഗ്രസും BJP-യും ഒരേ വർഗ നയമാണ് അവർ സ്വീകരിച്ചു പോകുന്നത്. VP സിംഗിന്റെ കാലഘട്ടത്തിൽ നൽകിയ പിന്തുണ അന്ന് ഒരു കാല് മാർക്സിസ്റ്റ് പാർട്ടി ആയപ്പോൾ മറുകാല് BJP ആയിരുന്നു. അന്ന് നിങ്ങൾ അത്താഴ വിരുന്നുകളിൽ ഉണ്ടാക്കിയിട്ടുള്ള രഹസ്യധാരണകളെ കുറിച്ച് LK അദ്വാനി അദ്ദേഹത്തിന്റെ ജീവകൃതിയിൽ എഴുതിയിട്ടുണ്ട്. എല്ലാ രാത്രിയിലും ഞങ്ങൾ ജ്യോതിബാസുമായി സന്ധിക്കാറുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഏക ആവശ്യം
ബംഗാളിൽ ഒരു ഗവർണറെ, എനിക്ക് ഇഷ്ടമുള്ള ഒരു ഗവർണറെ തരണം എന്നുള്ളത് മാത്രമായിരുന്നു. അത് ഞങ്ങൾ വകവെച്ച് കൊടുക്കുകയും ചെയ്തു എന്ന് എൽ കെ അദ്വാനി എഴുതിയിട്ടുണ്ട്. കേരളത്തിലെ വർഗീയ സംഘർഷങ്ങളും വർഗീയ കലാപങ്ങളും എടുത്ത് പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാവും. അത് UDF ഭരണകാലത്താണ്. മാത്രമല്ല, ഉപരോധ സമരം ഇവിടെ നടന്നപ്പോൾ, തിരുവനന്തപുരത്ത് നടന്നപ്പോൾ അത് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയത് ദേവഗൌഡയാണ്. ദേവഗൌഡ ബാംഗ്ലൂരിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹം എന്താ ചെയ്തത്? അവിടെ BJPയുമായി ധാരണയുണ്ടാക്കി 2 ലോക്സഭാ മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥികളെ പിൻവലിപ്പിച്ച് അവരുടെ പിന്തുണ വാങ്ങി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതിന്റെ പ്രതിഫലം നൽകാം എന്ന കരാർ ഒപ്പിട്ടുകൊണ്ടാണ് ദേവഗൌഡ അന്ന് തിരുവനന്തപുരത്ത് വന്ന് ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ ഘട്ടത്തിലും വർഗപരമായ ഐക്യത്തിനും അതിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനുമാണ് ശ്രമിച്ചിട്ടുള്ളത്. ആ ഉപരോധ സമരത്തെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാൻ പറ്റാത്തതിന്റെ പേരിൽ ലോക ചരിത്രത്തിൽ ഒരു സമരം പിരിച്ചുവിട്ടിട്ടുണ്ടെങ്കിൽ അത് തിരുവനന്തപുരത്ത് നടന്ന സമരമാണ്. ചിലർക്ക് ചില പ്രയാസങ്ങളൊക്കെ അതിന്റെ ഭാഗമായി ഉണ്ടാകും. അതിൻ്റെതായ ചില വർത്തമാനങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതൊന്നും സാരമാക്കേണ്ടതില്ല. അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി എല്ലാ വിഷയങ്ങളെയും ലാഭത്തിൽ കാണുന്നു. ഇത്തരം പ്രശ്നങ്ങൾ ഏറ്റെടുക്കാൻ ബാധ്യതപ്പെട്ട ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇവിടെ ഇടതുപക്ഷം ഇപ്പോൾ ഇതെല്ലാം ധരിച്ചുകൊണ്ട് മോദി വരുന്നു എന്നുള്ള ഒരു അവസ്ഥ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ കേരളത്തിൽ ഇനി ന്യൂനപക്ഷങ്ങളുടെ വോട്ട് എങ്ങനെ ഏകീകരിപ്പിക്കാമെന്നുള്ള ഒരു ശ്രമമാണ്. ഇത് എല്ലാ ചരിത്ര മുഹൂർത്തത്തിലും അനിവാര്യമായ ഘട്ടങ്ങളിൽ മാർക്സിസ്റ്റ് പാർട്ടി എടുത്തു പ്രയോഗിച്ചിട്ടുള്ളതാണ്. അതിനുശേഷം കഴിവേപ്പില പോലെ അവരെ പുറന്തള്ളിയിട്ടുമുണ്ട്. മുസ്ലിങ്ങൾക്ക് നമ്മുടെ രാജ്യത്ത് ആദ്യമായി സംവരണം ഏർപ്പെടുത്തിയത് എവിടെയാ? ഇവിടെയാണ്. 1957 EMSന്റെ ഗവൺമെന്റ് ആണത് ചെയ്തത്. ഈ മലബാർ എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെയായിരുന്നു ഒരു കാലഘട്ടത്തിൽ VS അച്യുതാനന്ദൻ പറഞ്ഞത്, മലപ്പുറം എന്ന് പറയുന്ന ഒരു ജില്ലയിൽ കുട്ടികൾ വല്ലാതെ പാസ്സാകുന്നു. അങ്ങനെ പാസ്സാകാനുള്ള യാതൊരു കാരണവും ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് അത് കോപ്പിയടിച്ചിട്ടല്ലാതെ സാധിക്കുകയില്ല എന്ന് പറഞ്ഞവരാണ് ഇന്ന് ന്യൂനപക്ഷത്തിന്റെ സ്നേഹം അടിച്ചു വരുന്നത്. സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് വെച്ചു. ആ റിപ്പോർട്ട് പഠിക്കാൻ ആദ്യം കമ്മീഷൻ വന്നത് കേരളത്തിലാണ്. പാലോളി കമ്മീഷൻ. പാലോളി മുഹമ്മദ് കുട്ടി കമ്മീഷൻ എന്ന് പറഞ്ഞ സച്ചാർ കമ്മിറ്റിക്ക് ബദലായ ഒരു കമ്മിറ്റി നിങ്ങൾ ഉണ്ടാക്കി നടത്തിയിട്ടുള്ള ചില തീരുമാനങ്ങൾ, അതിലെന്തെങ്കിലും ആ കാലഘട്ടത്തിൽ നിങ്ങൾ നടപ്പിലാക്കിയിരുന്നു? മുസ്ലിം ജനവിഭാഗങ്ങളെ മുഖ്യധാരയിൽ നിന്ന് മാറ്റാനാണ് വർഗീയ സംഘടനകളും തീവ്രവാദ സംഘടനകളും ശ്രമിക്കുന്നത്. ഞങ്ങൾ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ചോദിക്കുന്നത്, നിങ്ങൾ നരേന്ദ്രമോദിയെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, ആ വരവിന് ഭീഷണിയായി കാണുന്നുണ്ട് എങ്കിൽ ഈ 20 നിയോജക മണ്ഡലങ്ങളിൽ നിങ്ങൾ ചെയ്യുന്നത് BJPക്ക് കരുത്ത് പകരാൻ കോൺഗ്രസിനെ ക്ഷയിപ്പിക്കുക എന്ന നിലപാട് കേരളത്തിൽ എടുക്കുമ്പോൾ, മറുഭാഗത്ത് നിന്ന് ഞങ്ങളാണ് ഫാഷിസ്റ്റുകളെ നേരിടാൻ സന്നദ്ധമായിട്ടുള്ള യഥാർത്ഥ ശക്തി എന്ന് പറയുന്നതിൽ എന്താർത്ഥം? ഇത്തരം ശക്തികളുമായി സന്ധി ചെയ്യുന്ന സമീപനമാണ് ഇവിടെ ലീഗ് എന്ന പാർട്ടിക്കുള്ളത്. മാർക്സിസ്റ്റ് പാർട്ടി ഓരോ തെരഞ്ഞെടുപ്പിലും ഓരോ പുതിയ പ്രസ്ഥാനങ്ങൾ വരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, 1991 മാർക്സിസ്റ്റ് പാർട്ടി മത്സരിക്കുമ്പോൾ അതിന്റെ ഒരു കഷ്ണം MP രാഘവനായി CMP ആയി അവർക്കെതിരെ മത്സരിച്ചു. അടുത്ത തെരഞ്ഞെടുപ്പ് ആവുമ്പോഴേക്കും ഗൗരിയമ്മ JSS ആയി വേറൊരു കഷ്ടമായി മാറി. ഇപ്പോൾ RMP എന്ന് പറയുന്ന പ്രസ്ഥാനമായി മാറി. അങ്ങനെ മാർക്സിസ്റ്റ് പാർട്ടി ഓരോ കാലഘട്ടത്തിലും കഷ്ണമായി മാറുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ അവർക്ക് CPI മാർക്സിസ്റ്റ് ആണോ ഞങ്ങൾ എന്ന സംശയമുള്ളത് കൊണ്ട് ബ്രാക്കറ്റിൽ മാർക്സിസ്റ്റ് എന്ന് എഴുതേണ്ടി വരുന്നത്. ആരെങ്കിലും പ്രസവ വാർഡ് എന്ന് എഴുതി ബ്രാക്കറ്റിൽ സ്ത്രീകൾക്ക് മാത്രം എന്ന് എഴുതി വരുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാർക്സിസ്റ്റ് ആണ് എന്ന് മനസ്സിലാക്കാൻ മറ്റുള്ളവർക്ക് കഴിയാത്തവണ്ണം ധാരാളം വേറെ മാർക്സിസ്റ്റ് പേരുകളുള്ള പാർട്ടികൾ വന്നിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡന്റിറ്റി പോലും നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ മുസ്ലിം ലീഗിനെ കുത്താൻ തരണ്ട. സമരപുളകിതമായ നാളുകൾ അവസാനിക്കില്ലെന്ന് ആശിക്കുന്നു. KPCCയിൽ നിന്നും AKG സെൻറ്ററിൽ നിന്നും കല്ലേ പിളർക്കുന്ന കൽപ്പനകൾ ഇനിയും ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു. വിലക്കുകൾക്ക് നടുവിലും ഇത്തരം ശുഭപ്രതീക്ഷകൾ കൈവിടാതെ ഇന്നത്തേക്ക് വിട.